മലയാളി പ്രേക്ഷകർ മാത്രമല്ല ഇന്ത്യയാകെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. രാജ്യവ്യാപകമായി വൈഡ് റിലീസാണ് മോഹൻലാൽ ചിത്രം ലക്ഷ്യം വയ്ക്കുന്നത്. ആന്ധ്ര സംസ്ഥാനങ്ങളിൽ ദിൽരാജുവിന്റെ SVC ആണ് ചിത്രം വിതരണത്തിന് എടുത്തിരിക്കുന്നത്. ഗെയിം ചേഞ്ചറിന്റെ പരാജയത്തിന്റെ ക്ഷീണം തീർക്കാൻ എമ്പുരാൻ ദിൽരാജുവിന് സഹായിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സിനിമ മാർച്ച് 27 റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകരും. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി അബ്രാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തുമ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടി രൂപയിലധികം ബിസിനസ് നേടാനായിരുന്നു ലൂസിഫറിന്. ഖുറേഷി അബ്രാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയാകും എമ്പുരാന്റേത് എന്നാണ് പുതിയ അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഖുറേഷി അബ്രാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എമ്പുരാൻ സ്റ്റൈലിഷ് സിനിമയായിരിക്കുമെന്നാണ് പ്രതീക്ഷ. സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലെത്തുന്നുണ്ട്. കൂടാതെ ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത്, മഞ്ജു വാര്യർ തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നതും. തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ്, ആശീർവാദ് സിനിമാസ്, ശ്രീഗോകുലം മൂവീസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന മോഹൻലാൽ ചിത്രം മാർച്ച് 27 ആഗോളതലത്തിൽ റിലീസാകുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനും രചന മുരളി ഗോപിയുമാണ്. 3 ഭാഗങ്ങളിലായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമായാണ് എമ്പുരാൻ എത്തുന്നത്. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗും ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മികച്ച പ്രതികരണമാണ് പ്രേക്ഷകർ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.